ഇൻഷോട്ടിൽ എങ്ങനെ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുക്കുക, ന്യൂ എടുക്കുക. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവറാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ വോയിസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ഒരു വോയിസ് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ആ ഒരു വീഡിയോക്ക് മേ ബി സൗണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണം, എന്നെങ്കിൽ നമ്മുടെ വോയിസും നമ്മുടെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോക്കുള്ള സൗണ്ടോ വോയിസോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം എന്ന് കാണിക്കും, അത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മ്യൂസിക് എടുക്കാം. മ്യൂസിക് എടുത്തിട്ട് റെക്കോർഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വോയിസുകളാണ് കൊടുക്കേണ്ടെങ്കിൽ മ്യൂസിക് പ്ലസ് എടുക്കുക. മൈ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള വോയിസ് കാണാം, ഓഡിയോസ് കാണാം, അത് കൊടുക്കാം. അല്ല വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ വോയിസ് ആണ് നമുക്ക് കൊടുക്കേണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ വോയിസാണ് നമ്മുടെ വീഡിയോക്ക് കൊടുക്കേണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ടിക്ക് കൊടുക്കുക. എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് ആ ഒരു വോയിസ് സെറ്റ് ആയിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊക്കെ, അതായത് സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതലാണെങ്കിൽ കൂടുതലാക്കാം, കുറവാണെങ്കിൽ കുറവാക്കാം. നമ്മുടെ വോയിസിനനുസരിച്ചൊക്കെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസും വീഡിയോസും കറക്റ്റ് ആവട്ടോ, വീഡിയോയും വോയിസും ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ എന്താ ഇതിൽ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ചെയ്ത് വരെ വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ എന്താ പറയുക, ഫിൽറ്റർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ നോക്കി നോക്കാം. ഓക്കെ, ഇപ്പം അത്രേ ഉള്ളൂ നമ്മൾ എഡിറ്റിംഗ്. പിന്നെ വാട്ടർമാർക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ റിമൂവ് എന്നുണ്ടാവും. ആ ഫ്രീ റിമൂവിൽ ക്ലിക്ക് ചെയ്താൽ ഒരു 30 സെക്കൻഡുള്ള ആഡ് വരും. അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആഡ് റിമൂവ് ആയി കിട്ടും കേട്ടോ. ദെൻ നിങ്ങൾ സേവ് അടിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എഡിറ്റിംഗ്.